അന്നത്തോടെ ഈ കോളേജിൽ റൗഡി എന്നുള്ള പേര് എനിക്ക് വീണു. കോളേജിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും അതെല്ലാം എൻ്റെ തലയെ കൊണ്ടിടും. അതോടെ കോളേജിനും കോളേജിലുള്ളവരൊക്കെ എനിക്ക് വെറുപ്പായി തുടങ്ങി. ഈ കോളേജിൽ നല്ലത് എന്ത് സംഭവിച്ചാൽ അതൊക്കെ എനിക്ക് മോശമായിട്ടാ തോന്നാറ്. അതിന്റെ പേരില് നിന്റെ കരിയർ എന്തിനാ നശിപ്പിക്കുന്നേ? ആരാ കരിയർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ പറയുന്നത് മാത്രം കേട്ടാൽ പാസ്സാവുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനും അറിയാം, പാസ്സാവാനും അറിയാം. നിങ്ങൾ വലിയ ബുദ്ധിശാലിയാണല്ലോ. നിങ്ങൾ എന്തായാലും പാസ്സാവും. പക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന അവന്മാരുടെ അവസ്ഥയോ, നിന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ജൂനിയേഴ്സിന്റെ അവസ്ഥയോ, അവരൊന്നും നിന്നെ പോലെ അത്ര ബുദ്ധിശാലികളല്ലല്ലോ. ഒരേ ഒരു കാര്യം ഓർമ്മ വെച്ചാ മതി. നാളെ ഒരു ദിവസം നിന്റെ ഫ്രണ്ട്സ് മുന്നിൽ വന്ന് അവരുടെ കരിയർ നശിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞ അത് സഹിക്കാൻ പറ്റോ? നീ നല്ലവനായി യുവ. ഞാൻ നല്ലവനാ നീ കോളേജിൽ നീ മാത്രമേ പറയാറുള്ളൂ. വേറെ ആരെങ്കിലും പറയട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. എനിക്ക് നിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെ നീ വിട്ട് കളയണം. യു നോ വാട്ട് ഐ മീൻ, റൈറ്റ്? നാളെ ഫെസ്റ്റില് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വഴക്കുണ്ടാക്കുന്ന യുവയായിട്ടല്ല, ഞങ്ങളുടെ കൂടെ ചേർന്ന് ഇത് സപ്പോർട്ട് ചെയ്യുന്ന യുവയായിട്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന അവന്മാരുടെ അവസ്ഥയോ, നാളെ ഒരു ദിവസം നിന്റെ ഫ്രണ്ട്സ് മുന്നിൽ വന്ന് അവരുടെ കരിയർ നശിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞ അത് സഹിക്കാൻ പറ്റോ? എനിക്ക് നിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെ നീ വിട്ട് കളയണം. അങ്ങോട്ട് നോക്കി. എന്തെങ്കിലും ഫംഗ്ഷൻ തുടങ്ങിയാ മതി, അപ്പോഴേക്കും ഓരോളന്മാര് ഫോട്ടോ എടുത്ത് ലൈക്കിന് വേണ്ടി കാത്തുകെട്ടി കിടന്നോളും. എന്താ അവസ്ഥയല്ലേ? ഞാൻ എടുക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നെ DOP ആക്കാന്ന് വിചാരിച്ചത്. പക്ഷെ നിനക്ക് അത്രയും ടാലന്റ് ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെ പറയില്ല. ഞാനെടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കി പോയടാ, സമയമില്ല. സത്യമായിട്ട് നല്ലതാ, ഇതൊന്ന് കണ്ടു നോക്കുന്നേ. ആണോ? നോക്കട്ടെ. ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ. എന്നോട് പറയാതെ ഇവൻ പാന്റ് ഇട്ട് നടക്കാൻ തുടങ്ങിയല്ലേ? എവിടാ സീനു? അവനെ വേഗം കൊണ്ട് വിളിച്ചേ. സർ, എന്താ യുവയെ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കോ സർ? അവനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാം കുളവാക്കും. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കുക. എന്താ നിന്റെ പ്രോബ്ലം? സത്യമായിട്ടും പ്രശ്നം ഉണ്ടാക്കാനല്ല സാർ, ശരിക്കും ഹെൽപ്പ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാ. അതെ സർ, ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. എന്നാ ശരി, ഇവന്റ്സിൽ ജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെഡൽസ് ഒക്കെ ഓഫീസിലെ കബോർഡിൽ ഇരിപ്പുണ്ട്. ചെന്നെടുത്തോണ്ട് വാ. ചെയർമാൻ സാർ വന്നിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. വാ. ദുശ്യാസന, പ്ലീസ് പ്ലീസ്. ദ്രൗപദി വസ്ത്രാപഹരണമാണോ? അതേടാ. കൗരവര് ജയിച്ചു, പാണ്ഡവര് തോറ്റു, ദ്രൗപദിക്ക് അപമാനം മാത്രം. അത് ചരിത്രമല്ലേ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രാമയല്ലേ? അറ്റ്ലീസ്റ്റ് ഇതിലെങ്കിലും നമുക്ക് നന്മയെ ജയിപ്പിച്ച് ദുര്യോധനെ അപമാനിച്ചാലോ? സൂപ്പറായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തണം. അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഓക്കെ അല്ലേ? ശരി ഏട്ടാ.
സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. പുറത്തുപോയി എല്ലാവരോടും പറഞ്ഞാ വേണ്ട. കോളേജിലുള്ളവർ മുഴുവൻ എന്നെ സംശയിക്കുള്ളൂ. പുറത്ത് മുഴുവൻ പോലീസാ. ആരായിരിക്കും കൊന്നത്? സെക്യൂരിറ്റി ചേട്ടന്മാരെ, നാളെ ഈ കോളേജിലേക്ക് വരുന്ന ആരായാലും ഫെസ്റ്റ് കഴിയാതെ ഒറ്റൊരുത്തിനും പുറത്തേക്ക് പോരുത്. ഈ മർഡർ ചെയ്തത് ആരായിരുന്നാലും ശരി, ടെസ്റ്റ് കഴിയാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ദ്രൗപദി ചെല്ല്. വിട്. എന്താ സാർ ഇത്? ഇനി എത്ര സമയം എടുക്കും? ഇറ്റ്സ് റിയലി സഫക്കേറ്റിംഗ് യുനോ. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. സ്റ്റാഫ് റൂം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നാ പിന്നെ ഓഫീസ് റൂമിലേക്ക് പോ. എല്ലാം വായിച്ചു കഴിഞ്ഞ ബുക്സാ. കബോർഡിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തോ സാറേ ബനിയനിൽ വരണത്? അത് ഈ ഓഫീസ് റൂമിൽ നിന്നാണല്ലോ. ഓ, ജിം അടിച്ചതായിരിക്കും അല്ലേ? സത്യം പറയണ്ട സാറേ, ഇന്നത്തെ ഇവന്റില് സാറിന്റെ മസിൽ ഷോ കാണിക്കലുണ്ടല്ലേ? സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വളിച്ച തമാശ പറയാതടാ. പോയി എന്റെ കാറിൽ എന്റെ ഷർട്ട് ഇരിപ്പുണ്ട്, പോയി എടുക്കണ്ടോ. ഞാൻ ബാത്റൂമിൽ ഇരുന്നൊന്ന് കരയട്ടെ. ബാത്റൂമിൽ ഇരുന്ന് കരയാൻ പോവാന്നാ? കോളേജിലെ ഫെസ്റ്റ് കാണുന്നതിന് വരെ നിനക്ക് റെസ്റ്റ് വേണമല്ലേടാ ദരിദ്രവാസി. നിന്റെ മുഖത്ത് തന്നെ ഉണ്ട് നീ പാവമാണെന്ന്. അതിന് ഞാനെന്തിനാ വെറുതെ ടെൻഷൻ വന്നേ? ഈ മർഡർ ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞാ പോരെ? കൊല്ലും ഞാനാ രേവന്തിനെ. എന്റെ അമ്മോ, വിടുവായൻ. എന്നാലും ഞാൻ ഓഫീസിലേക്ക് വന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ.
എന്തോ സാറേ ബനിയനിൽ വരണത്. അസിസ്റ്റന്റ് അല്ലേ, അവനെ മാനേജ് ചെയ്യാം. ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാം, താൻ വരുന്നോ? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാം, താൻ വരുന്നോ? ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവാം, താൻ കൂടെ വരുന്നോ? നിങ്ങൾ വരുന്നോ? എല്ലാ മാർഗങ്ങളും അടഞ്ഞു. ഡെഡ് ബോഡിയിലെ ഫിംഗർ പ്രിന്റ്സും എന്റേതായിരിക്കും. ഞാൻ തന്നെ പോയി സറണ്ടർ ആവുന്നതാ ബെറ്റർ. ആൻഡമാൻ ആയിരിക്കോ തീഹാർ ആയിരിക്കോ? ജയിലിൽ ബിരിയാണിയൊക്കെ കിട്ടുമോ? റോങ് പ്ലേസ്.